ഹായ്. അപ്പം ഞാനിന്ന് 10ാമത്തെ നോമ്പിൻ്റെ വിശേഷമായിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഞാനിത് അസറസ്കാരത്തിനൊക്കെ ശേഷം ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് പത്തിരിയും മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതാകണു ഞാൻ തുടങ്ങിയിട്ടുണ്ട് അടുക്കളപ്പണിയൊക്കെ. അപ്പം ഇനി കറി ഉണ്ടാക്കാനുള്ള പണികൾ തുടങ്ങട്ടെ. അപ്പോൾ ഇതാകണു മുട്ടക്കറി കേട്ടോ ആദ്യം ഉണ്ടാക്കുന്നത്. മുട്ടക്കറി ഞാൻ തേങ്ങ വറുത്തരച്ചിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇന്നാളെ അങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നാൽ അങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതാ തേങ്ങ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വറുക്കണമുണ്ട് കേട്ടോ. ഒരടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മറ്റേ അടുപ്പത്ത് ഇതാ ഞാൻ മുട്ടക്കറിക്കില്ല ഉള്ളിയൊക്കെ വാട്ടിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ തക്കാളിയും അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മളെ തേങ്ങ തക്കണം നന്നായിട്ട് തന്നെ വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും അത് അങ്ങനെ വേഗം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കറിക്കില്ല മുട്ട ഞാൻ പൊട്ടിച്ച് പാർന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ഇതാക്കണം ഈ ഒരു അരപ്പുണ്ടല്ലോ, അരപ്പ് അതിലോട്ട് ഞാൻ പാർന്ന് കൊടുത്തു. ഇനി ഒന്ന് തൂമിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയുള്ളി ചെറിയതായി അരിഞ്ഞെടുത്തിട്ട് ഇതാക്കണം അത് തൂമിച്ചെടുക്കുകയാണ് കറിയിലോട്ട് പാരാൻ വേണ്ടി. അത് കഴിഞ്ഞേക്കിന് തന്നെ ഞാൻ പത്തിരിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് വാട്ടാൻ വേണ്ടിയുള്ള വെള്ളം. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ ഇതകൂടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പത്തിരിപ്പണി പറയണേ എനിക്ക് ഇഷ്ടമില്ലാത്ത പണിയാണ്, എന്നാൽ എനിക്കിഷ്ടമാണ് കേട്ടോ. കാരണം ഇപ്പോൾ ദോശ ഇതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ വൈകുന്നേരത്തുണ്ട് ഞാനതൊക്കെ നിസ്കാരത്തിന് ശേഷമാണ് നിസ്കാരത്തിന് ശേഷമാണ് ഞാൻ ചുടാനൊക്കെ നിൽക്കല്. അപ്പോൾ പത്തിരിപ്പണി ആ സമയത്താണ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിന് ശേഷം നമുക്ക് ആ പണിക്ക് നിൽക്കണ്ടല്ലോ. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമാണ് ഇതിന് നേരത്തെ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ പത്തിരി ചുടൽ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഞാൻ നമുക്ക് അത്താഴത്തിനുള്ള ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെള്ളം തിളച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് ഞാൻ അരി ഇട്ട് കൊടുത്തു. അങ്ങനെ ബാങ്ക് കൊടുക്കാൻ ഏകദേശം സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പത്തിന് ഞാനൊക്കെ മേശപ്പുറത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇക്കയും കുട്ടികളും ഉമ്മയും ഒക്കെ ഉണ്ട് കേട്ടോ. മേശൻ്റെ ചുറ്റോറും ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാട്ടോ ഇക്ക പറഞ്ഞത് വേഗം ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മക്കരപ്പറമ്പ് വരെ അല്ലെങ്കിൽ മലപ്പുറത്തൊക്കെ പോകണം. എന്തെങ്കിലുമൊക്കെ ഈ ഇപ്പോൾ ഉണ്ടല്ലോ മാങ്ങ ഉപ്പിലിട്ടത്, ഇതൊക്കെ ഉപ്പിലിട്ട്, പൈനാപ്പിൾ ഉപ്പിലിട്ട്, സോഡ സർവത്ത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആകെ എന്തെങ്കിലുമൊക്കെ പോയിട്ട് കുടിക്കാൻ വേഗം നോക്കിക്കോളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ നിസ്കാരം ഒത്തും കഴിഞ്ഞ് ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ മക്കരപ്പറമ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ പോണ വഴിയിൽ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഇവിടെ സോഡ ഒക്കെ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇലക്ട്രിക് സോഡ എത്ര കേട്ടോ. ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഇലക്ട്രിക് സോഡ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ 4 പേരും ഷെയർ ചെയ്തിട്ടാണ്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം അതൊക്കെ നിബു അതൊക്കെ പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ടതൊക്കെ വാങ്ങിയിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ മറ്റേ ഇതുണ്ടല്ലോ ചുരണ്ടി ഐസ്, അത് കോഴിക്കോടൊക്കെ പോകുമ്പോൾ നമ്മളത് വാങ്ങി കഴിക്കണേ ആ ചുരണ്ടി ഐസ് ആട്ടോ. അത് ഞാൻ അവളോട് പറയുന്നുണ്ട് ചുരണ്ടി ഐസ് ഒന്നും വേണ്ട, വെറും ഐസാണല്ലോ അത്. അപ്പോൾ അവളോട് ഇങ്ങനെ പറയണ്ട അത് വാങ്ങിക്കാണ്ട് കുടിച്ചൊന്നും വേണ്ട, അപ്പോൾ ഓക്ക് അത് വേണമെന്നാണ്. അപ്പോൾ പിന്നെ എനിക്കത് വാങ്ങിക്കൊടുത്തും ചെയ്തു. പിന്നെ ഇതെന്തൊക്കെ 2-3 ജ്യൂസ് ഇതാക്കണു വേറെ വാങ്ങിക്കാണ്ടൊക്കെ അങ്ങനെ ഞങ്ങൾ കുടിച്ചു കേട്ടോ. ഒക്കെ എല്ലാ ജ്യൂസും ഓരോന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ടാണ്ടാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഇതാ ഞങ്ങൾ എല്ലാവർക്കും ഓരോ കോലൈസും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി കോലൈസ് ആയിരുന്നു, പലതും പല ഫ്ലേവറിലില്ലായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.